അനുഗ്രഹീതമായ ഈ അൾത്താരയിൽ നിൽക്കുവാനും ഇവിടെ സാക്ഷ്യം പറയുവാനും ഞങ്ങളെ അനുവദിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദിയും സ്തുതിയും ആരാധന അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോജി, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രദീപ്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത്. ഇവിടെ ഞങ്ങൾ കൊല്ലം രൂപതയിൽ കായംകുളം ഇടവക അംഗങ്ങളാണ്. 2023 മെയ് മാസമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതൊരു ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് അത് തീർത്ഥാടന ഉടമ്പടിയായി മാറ്റുകയും ചെയ്തു. ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കുവാനുണ്ടായിരുന്നു, 10 സെൻറ്റ് ഭൂമി. അതായിരുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. ഞങ്ങൾ വിൽക്കുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചത് തൊട്ട് അടുത്ത് കിടക്കുന്ന 10 സെൻറ്റ് പ്ലോട്ടും കൂടി വാങ്ങുവാനായിരുന്നു. അതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധന അർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ ചിന്തകളിലോ ഒന്നും ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നില്ല. പക്ഷേ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി ഈശോ ഞങ്ങളെ അത് വാങ്ങുവാനായിട്ട് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 3 മക്കളിലുള്ളതിൽ ഇളയവൻ ജൊഹാൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അവൻ 5 വയസ്സായിരുന്നു. അവൻ ഗ്രേഡ് 1 പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടുത്തെ പോലെയല്ല, അവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് സിലബസൊക്കെ. അപ്പോൾ ഗ്രേഡ് 1 പഠിക്കുന്ന കുട്ടികൾ അവിടെ വളരെ നന്നായി എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ മകൻ അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ റീഡിങ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും എല്ലാം വളരെ പിന്നോക്കമായിരുന്നു. അവിടുത്തെ PTA മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹൗസ് എന്നായിരുന്നു അവനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ ഓപ്പൺ ഹൗസ് എത്തുമ്പോഴും എൻ്റെ മനസ്സിൽ പേടിയാണ്. കാരണം ഇവനെക്കുറിച്ച് നല്ലതൊന്നും അവർക്ക് പറയാനില്ല. പുവർ പെർഫോമൻസ് എന്നാണ് കുഞ്ഞിനെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ നന്നായി സംസാരിക്കും ഇംഗ്ലീഷൊക്കെ, പക്ഷേ റീഡിങ്ങിലും റൈറ്റിങ്ങിലും വളരെ പിന്നോക്കമായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി വഴിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന തിരിച്ച് ദുബായിൽ ചെന്ന് ചൊല്ലുമ്പോൾ മലയാളത്തിൽ ശരിക്കും സംസാരിക്കുവാൻ പോലും അറിയാത്ത അവൻ ഈ ഉടമ്പടി പ്രാർത്ഥന മുഴുവനും കാണാതെ പഠിച്ച് വളരെ സ്ഫുടമായിട്ട് അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എൻ്റെ കൂടെ ഇരുന്ന് ചൊല്ലുമായിരുന്നു. ഞങ്ങളിവിടുന്ന് മാതാവിൻ്റെ കൊന്തകൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നു. ഉടമ്പടി നീല കളറിലുള്ള കൊന്തകൾ. കുഞ്ഞ് 2 കൊന്തകൾ കുഞ്ഞ് അവൻ്റെ കഴുത്തിൽ അണിയുകയും അത് ഊരാനേ സമ്മതിക്കത്തില്ല. എന്നും അത് അണിഞ്ഞുകൊണ്ടാണ് സ്കൂളിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്നതിന് തൊട്ട് മുന്നേ കുഞ്ഞിൻ്റെ ഗ്രേഡ് 2 റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റിനും 80% മാർക്ക് നൽകി പരിശുദ്ധ അമ്മ വഴി ഈശോ അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ ഓപ്പൺ ഹൗസിന് ഞാൻ ഇരുന്നപ്പോൾ ടീച്ചേഴ്സ് അവനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. 3ാമത്തെ കാര്യം, എൻ്റെ കാലിന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ ഉപ്പൂറ്റി വളരെ വേദനയും, കുറച്ചധികം സമയം നിൽക്കുമ്പോൾ കാലിന് വേദനയും, പെട്ടെന്ന് തന്നെ കാല് നീര് വയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചു, അലോപ്പതി ആയുർവേദം ഒക്കെ കഴിച്ചു. എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലും ഒക്കെ നോർമലായിട്ടാണ് റിസൾട്ട് വരുന്നത്. പക്ഷേ എന്താണ് കറക്റ്റായിട്ടുള്ളൊരു റീസൺ എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ ചെയ്തപ്പോൾ എനിക്കിന്നത് വളരെ ആശ്വാസമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയതാണ്. ഈ സമയം വരെ നിന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധന അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രമോഷൻ്റെ കാര്യമായിരുന്നു ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ തീവ്രമായിട്ട് കുടുംബം ഒന്നാകെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിയാവുന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജോലി മാറാനോ ഒന്നും തന്നെ യാതൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ വളരെ അടുത്തായിരുന്നു, നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജോലിക്കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ആകുലതയും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എനിക്ക് കിട്ടുന്ന സാലറിയിലും ആ പൊസിഷനിലും എല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെയുള്ള വലിയ കമ്പനികളിലെ ഇങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ നടത്തുന്നത് നല്ല പൊസിഷനാണെങ്കിൽ അത് എപ്പോഴും ഒരു റിക്രൂട്ടിംഗ് കൺസൾട്ടൻറ്റ് ത്രൂ ആയിരിക്കും നടത്തുക. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു കോൾ വന്നു, ഒരു റിക്രൂട്ടിംഗ് കൺസൾട്ടൻ്റെ അടുത്ത് നിന്നൊരു കോൾ വന്നു. അതായത് അവർ ആർ യു ലുക്കിംഗ് ഫോർ എ ചേഞ്ച് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഓക്കെ യെസ് എന്ന് വെറുതെ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ജോലി മാറാനുള്ള യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കോള് വന്നു, അവരൊരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. കാരണം നമ്മുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആവുന്നത് വരെ ഏത് പൊസിഷനിലേക്കാണ് അവർ നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏത് കമ്പനിയിലേക്കാണെന്നുള്ളതൊന്നും അവർ റിവീൽ ചെയ്യില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, കുറച്ച് കോൺഫിഡൻഷ്യലായിട്ട് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനൊരു കോൾ ഉണ്ടായിരുന്നു, എന്ത് വേണം, ഞാൻ പോകണോ എന്ന്. അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ചിലപ്പം പ്രാർത്ഥിച്ചപ്പോൾ ആർക്ക് ജോലി മേഖലയിൽ ഉന്നതി ഉണ്ടായാലും അത് നമ്മുടെ കുടുംബത്തിനാണല്ലോ പരിശുദ്ധ അമ്മ തരുന്നത്, പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവർ ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തന്നു, കമ്പനിയുടെ പേര് റിവീൽ ചെയ്ത് തന്നു. അപ്പോൾ വളരെ നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, രാവിലെ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോൻ്റെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞു തന്നു. പക്ഷേ ചോദ്യങ്ങൾ എനിക്കറിയില്ല. ഒത്തിരി ഉത്തരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി തന്നു. അപ്പം എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ആ ഇൻ്റർവ്യൂ ചെന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കുള്ള ചോദ്യങ്ങൾ മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിരുന്നു ഈശോ എനിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നത്. എനിക്കൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എല്ലാം ഞാൻ കേട്ടതുപോലെ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ക്ലിയറായി, സെക്കൻഡ് റൗണ്ട് ക്ലിയറായി, തേർഡ് റൗണ്ടും ക്ലിയറായി. അപ്പോഴൊന്നും എനിക്ക് ശരിക്കും പോസ്റ്റ് പോലും അറിയുന്നില്ല, അവർ റിവീൽ ചെയ്യുന്നില്ല എന്താണ് പോസ്റ്റ് എന്ന്. അങ്ങനെ എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോഴാണ് ആ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ മാനേജറായിട്ടാണ് എനിക്ക് പരിശുദ്ധ അമ്മ വഴി പോസ്റ്റിംഗ് നൽകി അനുഗ്രഹിച്ചത്. അതിനെ ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. അപ്പോൾ കുറച്ച് ദൂരത്താണ് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെയും ഈശോ അനുഗ്രഹിച്ചു. UAE ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം. പക്ഷെ അവിടെയെല്ലാം ഈശോ ഒത്തിരി അനുഗ്രഹിച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തരുന്നത്, ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കുവാൻ ആർക്ക് സാധിക്കുമെന്നാണ്. പക്ഷെ അവിടെയെല്ലാം ആ ടെസ്റ്റിൻ്റെ സമയത്തെല്ലാം പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചു, ഒത്തിരി സഹായിച്ചു. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഈ ടെസ്റ്റിന് പോകുന്ന സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ ഈ കാശുരൂപം എപ്പോഴും എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ഓരോ ഉടമ്പടി, ഞങ്ങൾ ഫസ്റ്റ് ഉടമ്പടി ഇവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് പിന്നീട് ഓൺലൈൻ വഴി പുതുക്കുമ്പോഴും ആവശ്യങ്ങളും നിയോഗങ്ങളും സാധിക്കുക എന്നതിലുപരി ഉടമ്പടിയിൽ ഞങ്ങൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഈശോയുടെ ഒരു സംരക്ഷണമുണ്ട്, പരിശുദ്ധ അമ്മയുടെ കാപ്പയുടെ സംരക്ഷണമുണ്ട്. ആ ഒരു ബോധ്യം കൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഉടമ്പടി എടുക്കുവാനായിട്ട് കൂടുതൽ താല്പര്യം തോന്നിക്കൊണ്ടിരുന്നത്. ഈ 3 ഉടമ്പടി എടുത്തപ്പോഴും ഈ 270 ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും എല്ലാ ദിവസവും ബൈബിള് വായിക്കുവാനും ബുധനാഴ്ചകളിൽ പൂർണ്ണ ഉപവാസം എടുക്കുവാനും എല്ലാം പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങൾക്ക് ശക്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ഓഫീസിലൊരു ചെറിയ ഗ്രൂപ്പ് തുടങ്ങി. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് തുടങ്ങി. അതിൽ നിന്ന് ഞങ്ങളെല്ലാ മാസവും കോൺട്രിബ്യൂഷൻ ഇട്ട് ക്യാൻസർ പേഷ്യൻസിനെ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ സഹായിക്കുക. പിന്നീട് വിധവകളായിട്ടുള്ള മക്കളെ സഹായിക്കുക. അതുപോലെ പഠിക്കുവാൻ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക. പിന്നെ ഈ അംഗവൈകല്യമുള്ള ആൾക്കാരെ സഹായിക്കുക. അങ്ങനെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് നിവൃത്തിയില്ലാതിരിക്കുന്ന ആൾക്കാരെ സഹായിക്കുക. അങ്ങനെ ഞങ്ങൾ 1-2 പേരായിട്ട് ചേർന്ന ഗ്രൂപ്പ് അതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറുവാനായിട്ടും പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പരിശുദ്ധ അമ്മയും ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. സങ്കീർത്തനം 18:35 തിരുവചനം അരുളി ചെയ്യുന്നു, അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയ നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ജോജി എന്ന മകളും തൻ്റെ ജീവിത പങ്കാളിയും തങ്ങൾക്ക് തീർത്ഥാടക ഉടമ്പടിയിലൂടെയും അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്തും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും ഉടമ്പടിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഈ ഉടമ്പടി എടുത്ത ദിവസങ്ങളിലൊക്കെ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് തങ്ങൾ കൊടുത്ത പ്രാധാന്യം, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കരുതലും സംരക്ഷണവുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിമിഷങ്ങൾ, കുടുംബ പ്രാർത്ഥന, അതുപോലെ ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവ്, പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോകുന്ന ആരെയും തള്ളിക്കളയാത്ത മാതൃവാത്സല്യത്തിൻ്റെ ഒരു നിധി തന്നെയാണ് നമുക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളിലൂടെ, ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലൂടെയും
മനസ്സിലാക്കുവാനും കാണുവാനും ഒക്കെ കഴിയുക. ജോലിയിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. രോഗസൗഖ്യങ്ങളുണ്ട്, ജോലിയിൽ പ്രൊമോഷൻ, അതുപോലെ മക്കളുടെയൊക്കെ പഠനത്തിൽ ഉയർച്ച, സ്ഥലം വിൽക്കുവാനായിട്ട് നോക്കുമ്പോൾ സ്ഥലം വാങ്ങുന്നതിനുള്ള കൃപ, അത് തങ്ങൾക്ക് പൈസയുടെയും ഒക്കെ സാമ്പത്തികമായിട്ടൊക്കെ തങ്ങൾക്ക് യാതൊരു സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ ദൈവിക ഇടപെടലുകളിലൂടെ അതെങ്ങനെ വ്യക്തമാകുന്നു. തീർത്ഥാടക ഉടമ്പടി ഒരിക്കലും ഓൺലൈനിലൂടെ പുതുക്കില്ല. ഓൺലൈൻ ഉടമ്പടി മാത്രമാണ് നാം എടുക്കുക. തീർത്ഥാടക ഉടമ്പടി ഇവിടെ വന്ന ശേഷം മാത്രമേ പുതുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഈ മക്കൾ തങ്ങളുടെ ജീവിത വിശുദ്ധീകരണത്തിലൂടെ കുമ്പസാരം, അതുപോലെ ഉപവാസം, ഇങ്ങനെ അവിടെ തന്നെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ദുബായിൽ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലൂടെയൊക്കെ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഒക്കെ തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും, അങ്ങനെ താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു പൊസിഷനിലേക്ക് പോലും തനിക്ക് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് ഈശോ കൃപകൾ നൽകി അനുഗ്രഹിച്ചതിൻ്റെയും ഒക്കെ സാക്ഷ്യമാണ് ഈ കുടുംബം ഇവിടെ പങ്കുവയ്ക്കുക. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, എല്ലാറ്റിനും ഈ കുടുംബം നന്ദി പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഉടമ്പടി ഏറ്റവും ഈശോയിലേക്ക് അടുക്കുന്നതിനും ദൈവസ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നതിനും ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്നതിനും ഇന്ന് ലോകത്ത് തന്നെ നൽകിയിട്ടുള്ള ഏറ്റവും ഹൃദ്യവും അതുപോലെ തന്നെ ഏറ്റവും ദൈവസ്നേഹം നിറഞ്ഞതുമായ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്. ഇതിലൂടെ എത്രയോ മക്കളാണ്, എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവസ്നേഹത്തിൽ വളർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുക. അങ്ങനെ തനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.